ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. അപ്പം നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ എക്സാമുമായി റിലേറ്റ് ചെയ്ത പുതിയ സിലബസ് വന്നു. സിലബസിൻ്റെ PDF ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽസിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ എല്ലാ അപ്ഡേഷൻസും കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് 3 സബ്ജക്റ്റാണ്. അറിയാലോ, ബയോ കെമിസ്ട്രി, കെമിസ്ട്രി ആൻഡ് ഫോറൻസിക്. അങ്ങനെ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലോണം തന്നെ പഠിക്കാനുണ്ട്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെറ്റബോൾസൊക്കെ വരുമ്പോൾ അത്യാവശ്യം വാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വാക്കൻസിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു കമൻറ്റ് എനിക്ക് വന്നിരുന്നു, 5 പേർക്ക് അഡ്വൈസ് വന്നു എന്നുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 5 പേർക്ക് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ അർച്ചന VS ഒക്കെ, അവരൊക്കെ അപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിൽ ഒരാൾ മാത്രം ജോയിൻ ചെയ്തില്ല. ആ 4 പേരാണ് അഡ്വൈസിന് ജോയിൻ ചെയ്തത്. ആ ഒരാൾ വേറെ ജോലിയിലായതുകൊണ്ട് ജോയിൻ ചെയ്തിരുന്നില്ല. പിന്നെ അവിടെ ഒരു വേക്കൻസി വന്നു. അത് കൂടാതെ ഡയറക്റ്റ് ഒരെണ്ണമുണ്ട്. പിന്നെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് വേറെ ഒരുപാട് വേക്കൻസി വരും. അങ്ങനെയാണ് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തവരിൽ നമ്മുടെ സ്വന്തം സ്റ്റുഡൻസ് കൂടി ഉണ്ട് എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സിലബസിൻ്റെ കാര്യങ്ങളാണ്. സിലബസിലോട്ട് പോവുകയാണെങ്കിൽ എന്തെല്ലാം പഠിക്കണം, ഏതെല്ലാം ഭാഗങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഇനി ദിവസം നീട്ടി വെക്കാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഇന്ന് ഈ നിമിഷം പഠിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ്, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസിലെ ആദ്യത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രിയാണ്. ബയോ കെമിസ്ട്രിയിലെ 4 മൊഡ്യൂളാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിന് 7 മാർക്കാണ് വന്നിരിക്കുന്നത്. ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് ആൻഡ് ബയോകെമിക്കൽ ടെക്നിക്സ് ആണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അതിൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, ലിക്വിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ഇതിനെക്കുറിച്ചുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, ഫങ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച്, RNA, DNA അതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ച് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും ഈ മൊഡ്യൂളിൽ ഉണ്ടാവുക. 7 മാർക്കാണ് ഇതിന് വരുന്നത്. ബേസിക് ആണെങ്കിലും വളരെയധികം ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ റെഡ്യൂസിങ് ഷുഗർ ഏതാണ്, നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാണ്, കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ലിപ്പിഡ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് അമിനോ ആസിഡ്, പ്രോട്ടീന്, അതിനൊക്കെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിന് ചോദിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ. ഈ എക്സാമിന് റിലേറ്റ് ചെയ്ത് ഓരോ മൊഡ്യൂളിനും ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടുതരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കറക്റ്റായിട്ട് വീഡിയോ കാണാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്ത് ബയോമോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ വരുന്നത് മൈക്രോസ്കോപ്പി ടെക്നിക്സിനെ കുറിച്ചാണ്. മൈക്രോസ്കോപ്പി എന്നത് സാധാരണയായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ബ്രൈറ്റ് ഫീൽഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എപ്പോഴും PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ വ്യൂവിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്നത് PCR ഇലക്ട്രോഫോറസിസും ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നന്നായി തന്നെ പഠിക്കുക. വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ 7 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ബയോ കെമിസ്ട്രിൻ്റെ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബയോ കെമിസ്ട്രിയിൽ കൂടി വരുന്ന ടോപ്പിക്കാണ് ഈ ടെക്നിക്സിൽ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. ഈ മൊഡ്യൂളിന് 7 മാർക്കാണ് വരുന്നത്. ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിക്കൽ ബേസിസ് ഓഫ് ഡിസീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത, ഇവിടെ ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ഫൈബർ, അതായത് ഇതിനൊക്കെ
ഡെയിലി റിക്വയർമെൻറ്റ്സ്, ന്യൂട്രീഷണൽ വാല്യൂവിനെ കുറിച്ച്, ഫിസിയോളജിക്കൽ ഫങ്ഷനെ കുറിച്ച്, ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്, ഈ ഒരു പോർഷനകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് ആണ്, 7 മാർക്കിനാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇതിലേറ്റവും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിസീസുകളെ കുറിച്ചാണ്. ഡിസീസസ് റിലേറ്റഡ് ടു ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. ഇപ്പോൾ മരാസ്മസ് അല്ലെങ്കിൽ കോഷിയോർക്കർ എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്, മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ രീതിയിൽ ഡിസീസിനെ കുറിച്ചും ഡിസോർഡേഴ്സിനെ കുറിച്ചും കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഡെയിലി റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ FSOയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. അതൊക്കെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാരഗ്രാഫിൽ വരുന്നത് ബ്ലഡ്, പ്ലാസ്മ പ്രോട്ടീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ MLT പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഭാഗമാണ്. അതായത് JLAയുടെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ഈ ഭാഗം ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഡിസീസുകളും റീനൽ ഫങ്ഷൻ ടെസ്റ്റും ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹീമോഗ്ലോബിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആൻറ്റിബയോട്ടിക്സ്, ഈ പെൻസിലിനെ കുറിച്ചും സ്ട്രെപ്റ്റോമൈസിനെ കുറിച്ചൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരും കേട്ടോ. ക്ലോറോഫെനിക്കോളും റിഫാംപിസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബോഡിയും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം MLTയിലൊക്കെ ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതുകൂടാതെ കുറച്ച് നല്ല റെഫറൻസുകൾ ഈ ഒരു പോർഷനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് നോക്കുക. അതിൽ നിന്നാണ് കൂടുതലായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്രീഷണൽ ബയോകെമിക്കൽ ബേസ് ഓഫ് ഡിസീസാണ്. ഡിസീസുകളെ കുറിച്ചും ഡിസോർഡേഴ്സിനെ കുറിച്ചുമാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. അതുപോലെ ഹീമോഗ്ലോബിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 3rd വണ്ണാണ്, മെറ്റബോളിസം ആൻഡ് എൻസൈമോളജി. 8 മാർക്കിനാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 8 മാർക്കിനാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ല, ഒരുപാട് വാസ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കിത് കാണുമ്പോൾ ആകെ 2 പാരഗ്രാഫ് ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, സൈക്കിൾസ്, പാത്വേസ് ഒക്കെ വരുന്നതാണ്. സിട്രിക് ആസിഡ് സൈക്കിൾ, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, ഗ്ലൂക്കോനിയോജനസിസ്, അങ്ങനെ ഇത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ മെറ്റബോളിസം, ഇതൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളതിനെ വലിച്ചു വാരിയല്ല പഠിക്കേണ്ടത്. അതിൽ എന്ത് റിലീസാവുന്നു, എന്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലി നമ്മളങ്ങനെ പഠിക്കല്ലാതെ മൊത്തം നമ്മളോട് ഇപ്പോൾ അതിൻ്റെ പാത്വേ വരയ്ക്കാനൊന്നും പറയില്ല. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വേണം ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. 8 മാർക്ക് തന്നെ. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂളും ഇതാണ്. അതുപോലെ തന്നെ ലിപ്പോ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പോ പ്രോട്ടീനിൽ നിന്നും അമിനോ ആസിഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം പഠിക്കുക. ഗ്ലൈക്കോളിസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്ലൈക്കോളിസിസ് പഠിക്കുക. ദെൻ പിന്നെ വരുന്നത് നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം ആണ്. ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ എൻസൈമോളജി എന്ന് പറഞ്ഞിട്ട് ബയോകെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അത് പഠിക്കുന്നവർക്ക്, ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടെ എൻസൈംസിനെ കുറിച്ച്, പ്യൂരിഫിക്കേഷൻ, കൈനറ്റിക്സ്, ഇൻഹിബിഷൻ, വൈറ്റമിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലോസ്റ്ററിക് എൻസൈം, ഇതൊക്കെ നമ്മൾ ബയോകെമിസ്ട്രിൻ്റെ മൊഡ്യൂളുമായിട്ട് എക്സാമുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 2nd ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എൻസൈമോളജിയുടെ ഒക്കെ ടെക്സ്റ്റുകൾ നെറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ കൂടുതൽ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മോളിക്കുലർ ബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി. അതിൽ മോളിക്കുലർ ബയോളജിയിൽ പറയുന്നത് DNA-നെയും RNA-നെയും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഹയർ ലെവലായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 8 മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന് 2 മൊഡ്യൂളിന് 8 മാർക്കാണ് അല്ലേ. ആദ്യത്തെ 2 7 മാർക്കും പിന്നത്തെ 2 8 മാർക്കുമാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ പാർട്ട് തന്നെയാണ് മോളിക്കുലർ ബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇതാണ് മോളിക്കുലർ ബയോളജിയുടെ ഒരു ഭാഗം വരുന്നത്. DNA RNA റിലേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതാകുമ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ബയോകെമിസ്ട്രിയും കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടെക്സ്റ്റുകൾ റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കെമിസ്ട്രീനൊക്കെ ഈസി ആയിട്ട് പഠിച്ചതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നടത്താവുന്നതാണ്.
ഓക്കെ, അതുപോലെ ഇത് ഇമ്മ്യൂണോളജിനെ കുറിച്ച്. ഇമ്മ്യൂണോളജി നമ്മൾ JSA പോലെയുള്ള മൈക്രോബയോളജിസ്റ്റ് JSAയിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കെമിസ്ട്രിക്കാർ JSAയുടെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റും JSA ഒക്കെ, അതിലൊക്കെ വരുന്ന ഭാഗമാണ് ഈ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ T സെല്ല് B സെല്ലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻറ്റിജൻ ആൻറ്റിബോഡിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊക്കെ നന്നായി പഠിക്കുക. T സെല്ല് B സെല്ല് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ബുക്കിൽ ഇമ്മ്യൂണോളജിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല നല്ല റെഫറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ 30 മാർക്കാണ് നമുക്ക് മൊത്തം ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ 30 മാർക്ക് നമ്മുടെ കയ്യിൽ പോരണം. കെമിസ്ട്രീനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 30 മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കെമിസ്ട്രീനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ബയോ കെമിസ്ട്രീനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്തായി, നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ടൈം വേണ്ടി, അതുകൊണ്ട് 3 പാർട്ടായിട്ട് ചെയ്യാമെന്ന് കരുതി. മാത്രമല്ല കെമിസ്ട്രിയിലൊക്കെ കുറച്ചധികം തന്നെ പറയാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടനെ വരാം. നമ്മുടെ കെമിസ്ട്രിയിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന പോർഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരുന്ന വീഡിയോസിൽ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.